ഹൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നമ്മൾ ഭംഗിയായിട്ട് ടെസ്റ്റ് ഡിസൈൻ വർക്ക് ചെയ്യാൻ പോവുകയാണ്. സ്റ്റോൺ ഫിനിഷാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ബ്രിക്ക് ഡിസൈൻ. ഈ ഒരു സിറ്റ് ഔട്ടിനെ അതിമനോഹരമായിട്ട് സ്റ്റോൺ വർക്കിലൂടെ എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വർക്കിൽ ഉപയോഗിക്കുന്ന മാസ്കിൻ ടേപ്പാണ്, 4 ഇഞ്ചിൻ്റെ മാസ്കിൻ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. പേപ്പറിൻ്റെയാണ് മാസ്കിൻ ടേപ്പ്. അതുപോലെ തന്നെ മെഷർമെൻറ്റ് ടേപ്പ്, അതുപോലെ തന്നെ നമുക്ക് ബേസ് അടിക്കാനുള്ള ബ്ലാക്ക് എമൽഷനാണ്, പിന്നെ സ്പിരിറ്റ് ലെവലാണ് നമുക്ക് ആവശ്യം. ഇതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഈ വീടിൻ്റെ ഈ സിറ്റ് ഔട്ട് നമ്മൾ ഏത് വീടാണോ ആ വീടിൻ്റെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ തുല്യമായിട്ട് പിന്നെ ലൈനപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് ആദ്യം നമുക്കിതിനെ മാർക്ക് ചെയ്യാം. ലൈനപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളത് മാർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈനപ്പ് ചെയ്തതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാസ്കിൻ ടേപ്പ് ഇതിലൂടെ ലൈനായിട്ട് നമുക്ക് ഒട്ടിക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ഈ ഒരു വീടിൻ്റെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ അത്രയും നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ മാസ്കിൻ ടേപ്പ് ലൈനപ്പ് ചെയ്തു. ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ബ്രിക്കിൻ്റെ പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്യണം. അത് നമ്മൾ ഈ മാസ്കിൻ ടേപ്പ് തന്നെ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇത് സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. ഈ വർക്ക് സ്പ്രേയിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏരിയ ഒഴിച്ച് ബാക്കി ഏരിയയിലേക്കൂടെ ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഏരിയ ഫുള്ള് നമ്മൾ പേപ്പർ വെച്ച് കവർ ചെയ്യണം. പേപ്പർ വെച്ച് മാസ്ക് ചെയ്ത് ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട, സ്പ്രേ ചെയ്താൽ അത് സ്പ്രെഡ് ആവുന്ന ഏരിയ ഫുള്ള് നമ്മൾ മാസ്ക് ചെയ്ത് കവർ ചെയ്തു. ഓക്കെ, ഇതിന് വേണ്ട നമുക്ക് 50 ലിറ്ററിൻ്റെ കംപ്രസറാണ് ഈ ഒരു വർക്കിന് നമുക്ക് ഏറ്റവും നല്ലത്. അത് കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നല്ല പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വർക്കിന് ക്വാളിറ്റി കുറവായിരിക്കും. കാര്യം ഒരേ രീതിയിൽ നമുക്ക് എയർ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ഫുള്ള് ബ്ലാക്ക് അടിക്കണം. ഫുള്ള് നമ്മൾ ബ്ലാക്ക്, ഒരു കോട്ട് ബ്ലാക്ക് നമ്മുടെ എമൽഷൻ അപ്ലൈ ചെയ്യണം. ഫുള്ള് നമ്മൾ ചെയ്യേണ്ട ഏരിയ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിന് ഫുള്ള് നമ്മൾ ഒരു കോട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് അത് ഫുള്ള് ഫിനിഷായി. ഇനി നമ്മൾ ഇത് ഡ്രൈ ആവാനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റോൺ ടച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെറ്റീരിയൽ ഡാർക്ക് ഫിനിഷാണ്. നമുക്ക് കോമൺ ആയിട്ട് 4 ഷെയ്ഡുകളാണ് വരുന്നത്: ബ്ലാക്ക്, വൈറ്റ്, ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ. അതിൽ ഡാർക്ക് ഗ്രേ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ചെറിയ തരിക്കല്ലുകളായിരിക്കും, ചെറിയ സ്റ്റോൺ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ഗണ്ണിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗണ്ണിൻ്റെ പേരാണ് ടെസ്റ്റർ ഹോപ്പർ ഗൺ എന്ന് പറയും. ഈ ഗണ്ണ് ഉപയോഗിച്ച് വേണം നമ്മുടെ കംപ്രസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ പ്രതലത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഈ ഒരു പരുവത്തിൽ
നമ്മൾ സ്റ്റോൺ നമ്മുടെ ഗണ്ണിൽ ഒഴിച്ചതിന് ശേഷം നമ്മളത് എയറിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം. അതായത് ഹൈ പ്രഷറിൽ നമ്മൾ എയർ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്താൽ ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയലിനകത്ത് ചെറിയ തരിക്കല്ലുകൾ ഹൈ പ്രഷറിൽ വന്ന് ഭിത്തിയെ തട്ടിയിട്ട് ഫുള്ള് സ്പ്രെഡായി നിലത്ത് വീഴും. അപ്പോൾ അതിനുള്ള അവസരം എടുക്കില്ല. കറക്റ്റായിട്ട് എയർ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ. എങ്കിലേ നമ്മുടെ പ്രതലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ ഈ സ്റ്റോൺ ഭിത്തിയിൽ കൂടുതലായി കാണാൻ ചാൻസ് ഉള്ളൂ. ഇത് കൂടുതലും തെറിച്ച് ഫുള്ള് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതെ കറക്റ്റ് എയർ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതിലുപരി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എയറിൻ്റെ വ്യത്യാസം വന്നാലും നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ്ങിനകത്ത് വ്യത്യാസം വരും. ഇത് നമ്മൾ ഫുള്ള് 2 കോട്ട് അപ്ലൈ ചെയ്താൽ, കാരണം ആദ്യത്തെ ഒരു കോട്ട് നമ്മൾ ലെയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൂടെ ഗമ്മൂടെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഫുള്ള് ഫില്ലായെന്നൊരു സംശയം വരും. അത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കോട്ട് ഒരു ലെയർ അയച്ചിട്ട് അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് സെക്കൻഡ് കോട്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യും. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായി ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത ഏരിയകൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത മാസ്കിംഗ് ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മൾ ഓരോന്നായിട്ട് ഫുള്ള് റിമൂവ് ചെയ്യണം. ഇത് ഡ്രൈ ആവുന്ന വരെ നമ്മൾ നോക്കി നിന്നാൽ വെയിറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ വർക്ക് ഫിനിഷ് ഓരോ സൈഡ് ഫിനിഷ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഈ മാസ്കിംഗ് ടേപ്പ് നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മെറ്റീരിയൽ ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വർക്ക് നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഡാർക്ക് ഫിനിഷാണ് എങ്കിലും ഇത് വൈറ്റായിട്ട് നമുക്ക് തോന്നിക്കത്തുള്ളൂ, നല്ല ഡാർക്കായിട്ട് തോന്നിക്കത്തില്ല. ഇത് ഡാർക്ക് ആവുന്നത് ഇത് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിച്ച കളർ കറക്റ്റ് ഡാർക്ക് ആവും. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത 1/4 ഇഞ്ചിൻ്റെ ലൈൻസ്, ആ ലൈൻസിന് നമ്മൾ ബ്ലാക്ക് ഫിനിഷ് അപ്ലൈ ചെയ്യണം. ബ്ലാക്ക് അത് എമൽഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രിക്ക് നമ്മൾ പാറ്റേണാണ് നമ്മളിത് ഉദ്ദേശിച്ചത്. ആ ബ്രിക്ക് പാറ്റേൺ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ബ്രിക്കിൻ്റെ ടോൺ വന്നിട്ടില്ല, കാരണം വേറൊരു രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രിക്കിൻ്റെ നമുക്ക് ബ്ലാക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നമ്മൾ എമർഷൻ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മളൊരു ഡിസൈൻ നമ്മളതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ ബ്രിക്ക് പാറ്റേൺ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. നാച്ചുറൽ സ്റ്റോണാണ്. നമ്മുടെ വീട് അതിമനോഹരമായിട്ട് ഗ്ലാഡിംഗ് ടൈലിന് പകരം വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഈ വീടിൻ്റെ ഒരു ഭംഗി. ഓക്കെ, ഫുള്ള് നമ്മൾ അതിമനോഹരമായിട്ട് വീടിൻ്റെ ലുക്കാകെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.